ഹലോ എവ്രി വൺ. ഇന്നത്തെ എൻ്റെ വീഡിയോയും ആർട്ടിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ, പഠിക്കുന്ന ടിപ്സൊക്കെ. അപ്പം ഫസ്റ്റ് ഒരു ദിവസം നമ്മൾ എന്നും 75 to 85 ക്വസ്റ്റ്യൻസ് സ്ട്രെയിറ്റ് ചെയ്യാൻ തന്നെ നോക്കണം. അതല്ലെങ്കിൽ എക്സാമിന് ഞാൻ എപ്പോഴും ഒരു 25-30 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. കൊച്ചുള്ളത് കാരണം പിന്നെ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ 25-35 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ എക്സാമിന് നമ്മൾ ടോട്ടലി ബ്ലാങ്ക് ആയിപ്പോവും, മടുത്തു പോകും. നമുക്കങ്ങോട്ട് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിപ്പോവും. നമുക്ക് ആ ഒരു ഹാബിറ്റ് ഇല്ല. അത് കാരണം എന്നും നമ്മൾ 75 to 85 ക്വസ്റ്റ്യൻസ് ഒറ്റ സ്ട്രെയിറ്റ് ഇരിപ്പിന് തന്നെ ചെയ്യാൻ നോക്കണം. പിന്നെ ഇനി ചില ദിവസങ്ങളിൽ നമുക്ക് വർക്കുണ്ട്, അല്ലെങ്കിൽ സിക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില ദിവസങ്ങൾ വരും. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തോളെങ്കിലും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കണം. അതിൻ്റെ റാഷണാലിറ്റി വായിക്കണം. ഇപ്പം ആൻസർ കറക്റ്റാണ്, കറക്റ്റ് ആയത് കാരണം എനിക്കിനി റാഷണൽ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, നമ്മൾ കറക്റ്റ് ആണെങ്കിൽ പോലും കൂടെ റാഷണൽ റീഡ് ചെയ്യണം. അങ്ങനെ റീഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് മനസ്സിലാകത്തുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ആ ആൻസർ കറക്റ്റായത്. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കുകയല്ല എൻക്ലക്സ് ചിന്തിക്കുന്ന രീതി ആ ആൻസർ കറക്റ്റായത്. അപ്പം അതൊന്ന് മനസ്സിലാക്കി കിട്ടണമെങ്കിൽ നമ്മൾ റാഷണലി വായിക്കണം കേട്ടോ. അപ്പം താങ്ക് യു.